അള്ളാഹു ഒരു മനുഷ്യന് ഉന്നതമായ സ്ഥാനം നൽകാൻ തീരുമാനിച്ചാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ ഏത് മേഖലയും അള്ളാഹു ഉയർത്തുന്നതാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ സംരക്ഷിക്കുവാൻ അള്ളാഹുവിനറിയാം. നമ്മൾ എത്ര തന്നെ അവരെ താഴ്ത്തിക്കെട്ടുവാനോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ആക്കാൻ ശ്രമിച്ചാലോ അല്ലെങ്കിൽ നിസ്സാരമാക്കാൻ ശ്രമിച്ചാലോ അള്ളാഹു അവരെ ഉയർത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ മുന്നിൽ ഈ കാണുന്ന കാഴ്ച ബഹുവന്യരായ ഖുറാ തങ്ങളുടെ വഫാത്ത് വാർത്ത അറിഞ്ഞ സമയത്ത് പല പത്രങ്ങളും ശരിയായിട്ടുള്ളൊരു വാർത്ത കൊടുക്കുവാൻ മടിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിനെ തന്നെ തടയാൻ ശ്രമിച്ചവരുണ്ട്. വളരെ നിസ്സാരമായിട്ട് സംസാരിച്ചവരൊക്കെ ഉണ്ട്. എന്നിരുന്നാലും കർണാടക നിയമസഭയിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ തെരഞ്ഞെടുത്ത ഉന്നതമായ സ്ഥാനമുള്ള ജനങ്ങൾക്കിടയിൽ വളരെ ശ്രേഷ്ഠമായി കാണുന്ന ജനങ്ങളുടെ പ്രതിനിധികളായ ആളുകളാണ് ബഹുവന്യരായ തങ്ങളെ കുറിച്ചിട്ട് ആ നിയമസഭയിൽ വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി അവരുടെ പ്രവർത്തികളെക്കുറിച്ച് അവരുടെ നന്മകളെക്കുറിച്ച് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ദീർഘമായിട്ടുള്ള പ്രഭാഷണങ്ങളിൽ, അതായത് കർണാടക മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഉപമുഖ്യമന്ത്രിയും സ്പീക്കറുമെല്ലാം വായി തോരാതെ സയ്യിദിന ഖുറാ തങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുകയുണ്ടായി. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, സയ്യിദന്മാർ, മശായിഖന്മാർ, ഇവരെ കൊണ്ടൊക്കെ നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ സ്വയം മുഖം കെടുന്നതാണ്, അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ മുഖം കെടുത്തുന്നതാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാം. ഇപ്പോൾ എത്രയോ ശക്തമായിട്ടുള്ള സൂര്യൻ്റെ ചുവട്ടിൽ സൂര്യൻ ശക്തമായിട്ടുള്ള ചൂട് കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് താഴെ കുറച്ച് സമയങ്ങളൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയും, അല്ലെങ്കിൽ കുറേയൊക്കെ അതിന് സഹിക്കാൻ നമുക്ക് കഴിയും. എന്നാൽ ആ ശക്തമായിട്ടുള്ള സൂര്യൻ്റെ ചൂടേറ്റ് താഴെ പഴുത്ത മണലുണ്ടല്ലോ, ആ മണലിൽ ഒരു നിമിഷം പോലും നമുക്ക് ചെരുപ്പിടാതെ നിൽക്കാൻ കഴിയാറില്ല. അതായത് അള്ളാഹു കാരുണ്യവാനാണ്, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് ഒരുപാട് വിട്ടുവീഴ്ചകളൊക്കെ നൽകുന്നവനാണ്. പക്ഷേ അള്ളാഹു സ്ഥാനം കൊടുത്ത് അല്ലെങ്കിൽ അള്ളാഹു കഴിവുകൾ കൊടുത്ത് അവൻ്റെ ഇഷ്ടദാസന്മാരെ നമ്മൾ ധിക്കരിക്കുമ്പോൾ ഒരു പക്ഷേ അതിനുള്ള ശിക്ഷ അല്ലെങ്കിൽ അതിനുള്ള പരീക്ഷണം അല്ലെങ്കിൽ അതിനുള്ള നിസ്സാരമായിട്ടുള്ള ജനങ്ങൾക്ക് മുമ്പിൽ നാം വഷളാകുന്ന ഒരവസ്ഥ അള്ളാഹു ഉടനെ തന്നെ നമുക്ക് നൽകുന്നതാണ്. അതിന് നന്നായിട്ട് സൂക്ഷിക്കണം നമ്മൾ. വേണമെങ്കിൽ അള്ളാഹുവിൻ്റെ മശായിഖന്മാരെ അല്ലെങ്കിൽ സയ്യിദന്മാരെ നമ്മൾ അംഗീകരിച്ചാൽ മതി, അല്ലെങ്കിൽ അവരെ കുറിച്ച് സംസാരിച്ചാൽ മതി. പക്ഷേ അവരെ ജനങ്ങൾക്ക് മുന്നിൽ നിസ്സാരമാക്കുന്നത്, അഹങ്കാരത്തോടു കൂടി അവർക്കൊരു സ്ഥാനമില്ല എന്ന് പറയുന്നത്, അതൊരു പക്ഷേ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകിക്കോളണമെന്നില്ല. അത് അള്ളാഹു തന്നെ നമുക്ക് മുന്നിൽ കാണിച്ചു തന്ന പല ദൃഷ്ടാന്തങ്ങളാണ്. നോക്കണം, ആദം നബി അലൈഹി സ്വലാമിനെ പടച്ച സമയത്ത് മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു, ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. ഇബ്ലീസ് സുജൂദ് ചെയ്യാത്തതിൻ്റെ പേരിൽ അള്ളാഹു ഒരിക്കലും ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല, ലഅനത്ത് ചൊല്ലിയിട്ടില്ല. പക്ഷേ ഇബ്ലീസ് ചെയ്തത് എന്താണ്? അബാ വസ്തക്ബറ. പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. ഇബ്ലീസ് അതിനെ വിലങ്ങി, നിഷേധിച്ചു, അഹങ്കരിച്ചു. അഹങ്കാരത്തോടുകൂടി ചോദ്യം ചെയ്തു, എന്നെ തീ കൊണ്ടാണ് പടച്ചത്, ആദമിനെ മണ്ണുകൊണ്ടാണ്. ആ അഹങ്കാരത്തിൻ്റെ ഒരു ധ്വനിയാണ് ഇബ്ലീസിനെ അള്ളാഹു ഇത്രയും നിസ്സാരമാക്കി പുറത്താക്കാൻ കാരണം. അല്ലാതെ ഇബ്ലീസ് സുജൂദ് ചെയ്യാത്തതിൻ്റെ പേരിലല്ല. അവിടെ ഖുർആൻ പറയുന്നുണ്ട്, അവിടെ നിഷേധിക്കുകയും അഹങ്കാരം കാണിക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ ലാളിത്യത്തോടു കൂടി എളിമയോടുകൂടി സംസാരിക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്, സയ്യിദന്മാരുണ്ട്, മശായിഖന്മാരുണ്ട്. അവര് ഭൗതികമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർക്കെല്ലാം ദർശനം നൽകുകയും നന്മ നൽകുകയും ചെയ്യുന്നവരാണ്. അതിൻ്റെ പേരിലെല്ലാം അവർ വെറും ആക്ഷേപത്തോടു കൂടി കാണുമ്പോൾ, അല്ലെങ്കിൽ ഭൗതിക താല്പര്യത്തോടു കൂടി കാണുമ്പോൾ നാം തന്നെയാണ് മുഖം കെടുന്നതെന്ന് മനസ്സിലാക്കുക. നമുക്കറിയാം, നമ്മുടെ ബഹുവന്യരായ ഖുറാ തങ്ങൾ വഫാത്തായ സമയത്ത് പല വർത്തമാനങ്ങളും പറഞ്ഞവരുണ്ട്, പലതും പറഞ്ഞവരുണ്ട്. എനിക്കത് പറയാൻ കഴിയുന്നില്ല ആ ഒരു ബഹുവന്യരായ മനുഷ്യരെ കുറിച്ച്. കാരണം ഈ ഒരു നിയമസഭയിലെല്ലാം ഈ രീതിയിൽ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ അതൊന്നും വെറുതെയാവില്ല. അത്രയും നന്മകളുള്ള ഒരു മനുഷ്യനായിരിക്കും അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ, അല്ലെങ്കിൽ ആ നാട്ടിൻ്റെ മുന്നിൽ, നാട്ടുകാർക്ക് മുന്നിൽ
നന്മയാണ് വേണ്ടത്. അഹങ്കാരത്തോടു കൂടി വെല്ലുവിളിച്ച് ഈ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വയം അഹങ്കരിക്കുകയല്ല വേണ്ടത്. അഹങ്കാരികളെ അള്ളാഹു മെല്ലെ മെല്ലെ താഴോട്ട് കൊണ്ടുവരും. നാം ഉയരുന്നതിനനുസരിച്ച് നമ്മുടെ അഹങ്കാരത്തിൻ്റെയും അഹംഭാവത്തിൻ്റെയും താഴ്മയാണ് നമ്മളെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നത്. വളരെ സൗമ്യ സ്വഭാവത്തോടു കൂടി ദർശനം നൽകിയിരുന്ന, ഒരുപാട് ആളുകൾക്ക് നല്ല ഉപദേശം നൽകിയുന്ന ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ബഹുവന്യരായ ഖുറാത്തങ്ങൾ. നാവ് സൂക്ഷിക്കണം. ഇതിൽ ഏത് തങ്ങളും കുത്തുബിൻ്റെ ഷേഖും നാവാണ് എല്ലാത്തിൻ്റെ പ്രശ്നേ. എവിടെ പ്രശ്നം നാവാണ്, മനസ്സിലായില്ലേ? അത് സൂക്ഷിക്കണം. ഇപ്പറയും വിത്തന അപ്പുറയും വിത്തന ായി. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈമാൻ നൽകട്ടെ. അതുപോലെ തന്നെ നമുക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ട, അള്ളാഹു സ്ഥാനം നൽകിയ, അള്ളാഹു തന്നെ ഒരുപാട് സ്ഥാനങ്ങൾ നൽകി അനുഗ്രഹിച്ചവരായ മഹാന്മാരായ സയ്യിദന്മാര്, മശായിഖന്മാര്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാര്, അവരോടൊക്കെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും അവരോടൊക്കെ മദത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവാനും നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. അള്ളാഹു അതെല്ലാം നമ്മുടെ മുന്നിൽ കാണിച്ചു തന്ന കാര്യങ്ങളാണ്. ആര് തന്നെ മശായിഖന്മാരെ അല്ലെങ്കിൽ നമ്മുടെ സയ്യിദന്മാരെ അള്ളാഹു സ്ഥാനം നൽകിയവരെ എതിർത്താലും നമുക്കതിൽ സങ്കടങ്ങളോ അല്ലെങ്കിൽ വിഷമങ്ങളോ ബേജാറൊന്നുമില്ല. ബേജാറാവേണ്ട ഒരു കാര്യമില്ല. അത് അള്ളാഹു നമുക്ക് മുന്നിൽ കാണിച്ചു തന്ന കാര്യമാണല്ലോ, പിന്നെ നമുക്ക് ബേജാറാവാനുള്ളത്? അള്ളാഹുവിന്റെ സിസ്റ്റം അങ്ങനെയാണ്. ആ സിസ്റ്റത്തെ ആർക്കും ഇല്ലാതാക്കാൻ കഴിയില്ല. ഒരു മനുഷ്യന് എത്ര വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവിടെ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അംഗീകരിച്ചെങ്കിൽ മാത്രമേ അവൻ യഥാർത്ഥ വിശ്വാസിയാവുള്ളൂ. പിന്നെ അള്ളാഹു മലക്കുകളെ തന്നെ പല കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ അള്ളാഹു എല്ലാത്തിലും ഇടപെടണം അല്ലെങ്കിൽ അള്ളാഹുവിന് ഇടപെടാൻ പറ്റായിട്ടൊന്നും അല്ല. പക്ഷെ അള്ളാഹുവിന്റെ സിസ്റ്റം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റൂഹിനെ പിടിക്കണമെങ്കിൽ അസ്രായിൽ കനിയന്നെ വേണം. അതുപോലെ തന്നെ മഴ, ഇടി, കാറ്റ്, മിന്ന്, ഇതൊക്കെ നമ്മൾ പഠിച്ച ആളുകളാ. പിന്നെ വെറുതെ നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ കുറിച്ച് ധിക്കരിച്ചിട്ട് ഒരു കാര്യമില്ല. അള്ളാഹു നമുക്കൊക്കെ കാവൽ നൽകട്ടെ, നല്ല മനസ്സ് നൽകട്ടെ, ആത്മാർത്ഥമായിട്ട് യഥാർത്ഥ വിശ്വാസികളായിട്ട് ജീവിക്കാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ ഒരുപാട് ആത്മീയ ചൂഷണങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ആത്മീയ ചൂഷണങ്ങളുടെ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടമാണ്. അതെന്താണെന്ന് മനസ്സിലാക്കാതെ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് നമ്മൾ ധിക്കാരത്തോടു കൂടി ജീവിക്കുമ്പോൾ നമ്മളാണ് നശിക്കുന്നത്, നമ്മുടെ ജീവിതമാണ് നശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. എല്ലാവിധ കാവലിനും മദതിനും വേണ്ടി നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. മശായിഖന്മാരുടെ മദത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ മദത് അത് നമ്മുടെ ജീവിതത്തിനെ വല്ലാതെ സുന്ദരമാക്കും, കാവലുള്ളതാക്കും, ഉയർച്ചയുള്ളതാക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.